ഷാലോം ടെലിവിഷൻ്റെ ഡെയിലി മിറർ എന്നുള്ള ഈ വചന ശുശ്രൂഷയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ ഈ പരിചിന്തനം വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്നുള്ള ചില വാചകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കുകയാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം. അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. ഒരിക്കൽ ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വീക്ഷിച്ചിരുന്നെങ്കിലും ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവിലായിരിക്കുന്ന ഓരോ വ്യക്തിയും പുതിയ സൃഷ്ടിയാണ്. കോറിന്തോസിലെ സഭയിലെ വിശ്വാസികളോട് പൗലോസ് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ക്രൈസ്തവരല്ലാതിരുന്ന അവസരത്തിൽ, വിജാതീയരായിരുന്ന അവസരത്തിൽ, യഥാർത്ഥ ദൈവത്തിൽ വിശ്വസിക്കാതിരുന്ന അവസരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ചില ആചരണങ്ങളും നിഷ്ഠകളുമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ചെയ്തിരുന്ന ചില പ്രവൃത്തികളുണ്ട്. പക്ഷെ അതൊന്നും ഇനി പാടില്ല. ക്രിസ്തുവിലായിരിക്കുന്നവർ പുതിയ സൃഷ്ടിയാണ്. ചെയ്യുക മാത്രമല്ല, കാഴ്ചപ്പാട് തന്നെ മാറണം. പൗലോസ് പറയുന്നത്, ഇനി ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുകയില്ല. പൗലോസിനെ സംബന്ധിച്ച് അദ്ദേഹം അത് പറയാനുള്ള കാരണമുണ്ടായിരുന്നു. പൗലോസ് യാഥാസ്ഥികനായ ഒരു യഹൂദനായിരുന്നു. യഹൂദന്മാരിൽ തന്നെ യാഥാസ്ഥികരായി അറിയപ്പെട്ടിരുന്ന ഫരിസേയ വിഭാഗത്തിലെ അംഗമായിരുന്നു അദ്ദേഹം. നിയമമൊക്കെ അരച്ചു കലക്കി കുടിച്ചവനാണ്. ദൈവവചനം നന്നായിട്ട് പഠിച്ച വ്യക്തിയാണ്. വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ യഹൂദ ആചാരങ്ങൾ, പ്രത്യേകിച്ച് മതാചാരങ്ങൾ അനുഷ്ഠിച്ചിരുന്ന വ്യക്തിയാണ്. പക്ഷെ അപ്പോഴൊക്കെ അദ്ദേഹം മാനുഷികമായ കാഴ്ചപ്പാടിലൂടെയാണ് കാര്യങ്ങളെ കണ്ടിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ക്രിസ്തുവിൻ്റെ സഭയെ പീഡിപ്പിച്ചത്, ക്രിസ്തുവിനെ പീഡിപ്പിച്ചത്. അത് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തും. ഞാനിപ്രകാരം മാനുഷികമായ കാഴ്ചപ്പാടിൽ കാര്യങ്ങളെ കണ്ടിരുന്നപ്പോൾ സഭയെ ഞാൻ പീഡിപ്പിച്ചു. എനിക്കപ്പോൾ തിരിച്ചറിയാൻ പറ്റിയിരുന്നില്ല. കാര്യങ്ങളെ ഞാൻ നോക്കിക്കണ്ടത് ഈ യഹൂദ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. യഹൂദ നിയമത്തിന് പറ്റിയ അബദ്ധം എന്താണ്? ദൈവം കൊടുത്ത പ്രമാണങ്ങൾക്ക് പുറമേ അനേകായിരം നിയമങ്ങൾ കൂട്ടിച്ചേർത്തവർ. പുതിയ നിയമങ്ങളായിട്ടല്ല, പഴയ നിയമങ്ങളുടെ വ്യാഖ്യാനങ്ങളായിട്ട്. നമ്മുടെ ഇന്ത്യയിലെ, കേരളത്തിലെയൊക്കെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു ബില്ല് പാർലമെൻറ്റിൽ അല്ലെങ്കിൽ നിയമസഭയിലൊക്കെ അവതരിപ്പിക്കപ്പെട്ട് പാസ്സായാൽ അത് നിയമമായി. പക്ഷെ നിയമമായതുകൊണ്ട് മാത്രം കാര്യങ്ങൾ നടപ്പാക്കാൻ സാധിക്കുകയില്ല. നേരെ മറിച്ച് അതിന് ചട്ടങ്ങളുണ്ടാകണം. ആ ചട്ടങ്ങളാണ് പിന്നീട് ജനങ്ങൾ അനുസരിക്കേണ്ടത്. അതിനനുസരിച്ചാണ് നിയമം അനുസരിക്കപ്പെടുന്നത്. ഏതാണ്ട് ഇതുപോലെ തന്നെ മോശ വഴിയായിട്ട് ദൈവം ഇസ്രായേലിന് കൊടുത്ത നിയമങ്ങൾ അവർ ചട്ടങ്ങളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആയിരക്കണക്കിനായിട്ട് വർദ്ധിച്ചു. സാബത്ത് ആചരണത്തെക്കുറിച്ച് ദൈവം തന്നെ പറഞ്ഞു, കർത്താവിൻ്റെ ദിവസം നിങ്ങൾ പരിശുദ്ധമായിട്ട് ആചരിക്കണം. പക്ഷെ അതെങ്ങനെയാണ് ഈ പരിശുദ്ധമായ ആചരണം? അവിടെയാണ് പ്രശ്നം. ഓരോരുത്തരും അവനവൻ്റെ രീതിയിൽ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയത് ശരിയാവില്ലല്ലോ. ഏതായാലും ആ സാബത്ത് ആചരണം എന്ന്
പറഞ്ഞിരുന്ന ആ നിയമത്തിൻ്റെ ചട്ടങ്ങൾ വന്നപ്പോൾ അത് വല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെയാണ് സാബത്തിൽ നന്മ ചെയ്യാൻ പോലും അവകാശമില്ല എന്ന സ്ഥിതിയിലേക്ക് എത്തുകയാണുണ്ടായത്. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. സിനഗോഗിൽ കൈ ശോഷിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കർത്താവ് സുഖപ്പെടുത്തി, അവൻ്റെ കൈക്ക് പൂർണ്ണ സൗഖ്യം കൊടുത്തു. പക്ഷേ അത് കണ്ടുനിന്ന ഫരിസേയന്മാർ, പുരോഹിതന്മാർ, നിയമജ്ഞന്മാർ അവർ പിറുപിറുക്കുകയാണ് ചെയ്തത്. ചെയ്യാൻ പാടില്ലാത്തതാണ് അവൻ ചെയ്തത്. സാബത്ത് ദിവസമായിരുന്നത്, അന്നവൻ കൈ സുഖപ്പെടുത്തി, അത് പാടില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, സാബത്തിൽ വയലിലൂടെ കടന്നു പോകുന്ന ശിഷ്യന്മാർ കയ്യിലിട്ട് പറിച്ച് തിരുമ്മി തിന്നുന്ന ആ ഗോതമ്പ് മണികളെക്കുറിച്ച് അവർ പറയുന്ന കാര്യം, അത് ജോലിയാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് യഹൂദ റബ്ബിമാർ, നിയമജ്ഞർ ചട്ടങ്ങളുണ്ടാക്കിയപ്പോൾ ആ നിയമങ്ങളിൽ നിന്നെല്ലാം അത് വളരെ അകലെയായിപ്പോയി. അവർ ആ നിയമങ്ങളെ ദൈവത്തിൻ്റെ കണ്ണിലൂടെ നോക്കിക്കാണാതെ മനുഷ്യൻ്റെ കണ്ണിലൂടെ നോക്കിക്കാണുകയായിരുന്നു. ദൈവം എന്തിനാണ് നമുക്ക് ഓരോ നിയമങ്ങൾ തരുന്നത്, ഓരോ നിർദ്ദേശം തരുന്നത്? അതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ടാകും. സാബത്താചരണം ദൈവം പറഞ്ഞെങ്കിൽ അതിന് പിന്നിലൊരു ഉദ്ദേശമുണ്ട്, മറ്റൊന്നുമല്ല. ദൈവത്തിൽ ആശ്രയിക്കാൻ മനുഷ്യൻ പഠിക്കണം. 6 ദിവസമുണ്ടല്ലോ ജോലി ചെയ്യാൻ, 7-ാം ദിവസം വിശ്രമിച്ച് ദൈവത്തിന് നന്ദി പറയണം. എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നാണ് എനിക്ക് ലഭ്യമാകുന്നത് എന്ന് മനുഷ്യൻ ഏറ്റു പറയണം. അതിനു വേണ്ടിയിട്ടൊക്കെയാണ് ഈ സാബത്ത് ദിവസം കൊടുത്തത്. പക്ഷേ പ്രശ്നം എവിടെ വന്നു? സാബത്തിൽ എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ കൂടുതൽ പോയി. അതിൻ്റെ ആന്തരികമായിട്ടുള്ള ചൈതന്യം അവർ പാലിച്ചില്ല എന്നുള്ളതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ദൈവത്തിന് നന്ദി പറയുന്നതിന് പകരം, ദൈവാശ്രയബോധം വർദ്ധിപ്പിക്കുന്നതിന് പകരം അവർ മറ്റു തരത്തിലുള്ള ആ നിയമപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെയൊക്കെ നിയമത്തെയും ദൈവത്തിൻ്റെ പ്രമാണങ്ങളെയും ഒക്കെ മാനുഷികമായ കാഴ്ചപ്പാടിൽ കാണുമ്പോൾ നമ്മൾ മനുഷ്യനെ പീഡിപ്പിക്കാൻ തുടങ്ങും. പലപ്പോഴും അങ്ങനെ ഉണ്ടാകാം. അതിപ്പോൾ മതപരമായ തലങ്ങളിൽ മാത്രമല്ല, സെക്കുലർ തലങ്ങളിൽ, രാജ്യത്തിൻ്റെ കാര്യത്തിൽ ഇതുതന്നെയാണ്. ഉദ്യോഗസ്ഥന്മാർ എങ്ങനെയാണ് നിയമത്തെ വ്യാഖ്യാനിക്കുന്നത്? ഏതൊരു നിയമവും ആ രാജ്യത്തിലെ പൗരന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ കൈക്കൂലിക്കാരും അഴിമതിക്കാരുമായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഈ നിയമങ്ങളെല്ലാം ദുർവ്യാഖ്യാനം ചെയ്യും. പരമാവധി അത് മനുഷ്യർക്ക് ദുസ്സഹമാക്കി തീർക്കും. അവർക്ക് കൈക്കൂലി കിട്ടണം, അവർക്ക് കോഴ കിട്ടണം, വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ നിയമത്തിൻ്റെ വള്ളി പുള്ളി അരച്ച് മുറിച്ച് അവർ വ്യാഖ്യാനിക്കാൻ തുടങ്ങും. വാസ്തവത്തിൽ അതൊന്നും ആയിരിക്കുകയില്ല നിയമത്തിൻ്റെ അരൂപി എന്ന് പറയുന്നത്. അതുണ്ടാക്കിയപ്പോൾ ഉണ്ടാക്കിയവരുടെ മനസ്സിലുണ്ടായിരുന്നത് അതൊന്നും ആയിരിക്കണമെന്നില്ല. നേരെ മറിച്ച് പിന്നീട് അതെല്ലാം പീഡനത്തിൻ്റെ ഉപാധികളായിട്ട് രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം സംഭവിക്കുന്നത് എന്താ? നമ്മളതിനെ വെറും മാനുഷികമായ കണ്ണിലൂടെ നോക്കിക്കാണാൻ തുടങ്ങും. ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ സംഭവിക്കാം. നമ്മൾ നമ്മുടെ കണ്ണിലൂടെ എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണുമ്പോൾ നമ്മൾ വലിയ വിമർശകരായി മാറും. കേരളത്തിൻ്റെ, എന്നെ കേൾക്കുന്ന ഒരുപാട് മലയാളികൾ, കേരളീയർ എനിക്കറിയാം. അന്യദേശങ്ങളിലുണ്ട്, ഇന്ത്യയിലുണ്ട്, ഇന്ത്യക്ക് പുറത്തുണ്ട്. നമ്മുടെ എല്ലാം ഒരു പൊതു പ്രത്യേകത എന്താണ്? നമ്മളെല്ലാറ്റിനെയും വിമർശിക്കുന്ന മനുഷ്യരാണ്, വിവാദങ്ങൾ സൃഷ്ടിക്കുന്നവരാണ്. നമ്മുടെ ഒരു അടിസ്ഥാന സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണത്. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? കേവലം നമ്മൾ മനുഷ്യൻ്റെ കണ്ണിലൂടെ എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണുന്നത് കൊണ്ടാണ്. നേരെ മറിച്ച് ദൈവത്തിൻ്റെ കണ്ണിലൂടെ നോക്കിക്കാണുകയാണെങ്കിലോ കാര്യങ്ങൾ ഒരുപാട് വ്യത്യാസപ്പെടും. നമുക്കറിയാം, നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ നമുക്കൊരു കത്തിച്ച തിരി തന്നു. നമ്മൾ പള്ളിയിൽ തിരികൾ തെളിക്കുന്നുണ്ട്.
മറ്റവസരങ്ങളിലൊക്കെ സന്യസ്തരൊക്കെ ആണെങ്കിൽ അവർ വ്രതവാഗ്ദാനം നടത്തുന്ന അവസരത്തിൽ കത്തിച്ച് തിരി കൊടുക്കുന്നുണ്ട്. പല ചടങ്ങുകളും ഉദ്ഘാടനം ചെയ്യുമ്പോൾ തിരി കത്തിക്കുന്നുണ്ട്. എന്താ ഈ തിരിയുടെ എല്ലാ അർത്ഥം? നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ലോകത്തിൻ്റെ പ്രകാശമായ യേശു പ്രകാശമായി മാറട്ടെ നിൻ്റെ. അതാണ് അതിനർത്ഥം. നമ്മളൊരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ തിരി തെളിക്കുന്നുണ്ടെങ്കിൽ ക്രൈസ്തവരെ സംബന്ധിച്ച് അതിനർത്ഥം എന്താണ്? ഈ കെട്ടിടം ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലൂടെ നോക്കിക്കാണുന്നവർക്കാണ് പ്രയോജനപ്പെടുക. അല്ലെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥരും ഇവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നവരുമൊക്കെ യേശുവിൻ്റെ കണ്ണിലൂടെ പ്രകാശത്തിലൂടെ കാര്യങ്ങൾ നോക്കിക്കാണണം. ജ്ഞാനസ്നാനത്തിൽ നമുക്കൊരു കത്തിച്ച് തിരി തരും. ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായുടെ വെളിച്ചം. എന്തിനായി തരുന്നത്? നമ്മൾ മാനുഷികമായ അർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളും നോക്കിയാൽ പലതും നമുക്ക് മനസ്സിലാവുകയില്ല. പലതിനെയും നമ്മൾ വിമർശിക്കും, പലതിനെയും നമുക്ക് താല്പര്യമുണ്ടാവുകയില്ല. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ യേശുവിൻ്റെ വെളിച്ചം വേണം. യേശുവിൻ്റെ കണ്ണിലൂടെ നോക്കിക്കാണാൻ പഠിക്കണം. നമ്മുടെ കുടുംബങ്ങളിലെ വഴക്കുകളെടുത്ത് നോക്കുക. നമ്മളെല്ലാ കാര്യത്തെയും കേവലം മാനുഷികമായ കണ്ണിലൂടെ നോക്കിക്കാണുന്നത് കൊണ്ടല്ലേ ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യയെ സംശയം, മാതാപിതാക്കൾക്ക് മക്കളെ സംശയം, അങ്ങനെ എല്ലാവർക്കും എല്ലാവരെയും സംശയം. എന്തുകൊണ്ടാണ്? നമ്മൾ ഈ എല്ലാവരെയും മാനുഷികമായ കണ്ണിലൂടെ നോക്കിക്കാണുന്നത്. ഇവിടെയാണ് നമ്മുടെ വിശ്വാസം കടന്നു വരേണ്ടത്. നമ്മൾ വിശ്വാസികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ക്രിസ്തുവിനെ സ്വീകരിച്ചവർ പൗലോസ്ലീഹ പറയുന്നത് പോലെ ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. അവിടെ പുതിയ സൃഷ്ടിയാകണം. അതായത് എല്ലാ കാര്യങ്ങളെയും പുതുമയോടെ വീക്ഷിക്കാൻ കഴിയുക. അപ്പോൾ നമ്മുടെ വിവാദങ്ങളും നമ്മുടെ സംശയങ്ങളും നമ്മുടെ പരസ്പരമുള്ള വിശ്വാസമില്ലായ്മയും അതെല്ലാം ഒരുപാട് കുറയും. നമ്മളെല്ലാറ്റിനെയും ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി വിധിച്ചാൽ ക്രൈസ്തവരായി നമുക്കത് മുഴുവൻ ചേരുന്നതല്ല. നമ്മൾ നീതിയെക്കുറിച്ചൊക്കെ പറയുമല്ലോ. പൗലോസ്ലീഹ തന്നെ ചോദിക്കും, ഈ അനീതി നിങ്ങൾക്കൊന്ന് സഹിച്ചാൽ എന്താ കുഴപ്പം? കർത്താവിൻ്റെ കാര്യം എടുത്ത് നോക്കുക. ലോകത്തിൻ്റെ മാനദണ്ഡം അനുസരിച്ചാണെങ്കിൽ അവിടെ പോലും യേശു തെറ്റ് ചെയ്തില്ല. പക്ഷേ എങ്കിലും ഒരു നീതിയും കൊടുത്തില്ല. ഒന്നും കൊടുക്കാതെ തൂക്കിക്കൊല്ലുകയായത് കുരിശിൽ. ഏതായാലും ദൈവത്തിന് തെറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അവിടുന്ന് ദൈവമായിരുന്നു. അപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത ദൈവത്തെ പോലും മനുഷ്യാവതാരത്തെ പോലും ശിക്ഷിച്ച് കുരിശിൽ തറച്ചെങ്കിൽ അത് കാര്യങ്ങളെ മാനുഷികമായ കണ്ണുകളിലൂടെ നോക്കിക്കണ്ടതുകൊണ്ടാണ് എന്നൊരു സംശയമൊന്നുമില്ല. യഹൂദന്മാരുടെ അനാചാരങ്ങളെയും അവരുടെ തെറ്റായ രീതികളെയുമെല്ലാം കർത്താവ് ചോദ്യം ചെയ്തതുകൊണ്ടാണ് അവിടുന്ന് ശിക്ഷിക്കപ്പെട്ടത്. അവിടുന്ന് ചോദ്യം ചെയ്ത് എന്തിനെയാണ്? നിയമങ്ങളെയല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിയമങ്ങൾ ഇല്ലാതാക്കാനല്ല, പ്രത്യുത അവയെ പൂർത്തീകരിക്കാനാണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള അർത്ഥം ദൈവം ആ നിയമങ്ങളെ എങ്ങനെ കാണുന്നു, എങ്ങനെയാണ് കണ്ടത് എന്ന് കർത്താവ് പറഞ്ഞു കൊടുത്തപ്പോൾ അത് സ്വീകരിക്കാൻ പറ്റാതെ വന്നവർക്ക് അവർ യേശുവിനെ കുരിശിൽ കൊല്ലാനായിട്ട് പരിശ്രമിക്കുകയാണ്. നന്മ ചെയ്തപ്പോഴൊക്കെ അവരുടെ ചിന്ത എന്തായിരുന്നു? നമ്മളുടെ നാടും നമ്മളുടെ രാജ്യവും നമ്മുടെ മതവുമെല്ലാം റോമാക്കാർ വന്ന് നശിപ്പിക്കും ഇവൻ്റെ ഈ പ്രവർത്തനം കൊണ്ട്, അതുകൊണ്ട് അവനെ കൊന്നേ മതിയാകും. അപ്പോൾ ദൈവം യഥാർത്ഥത്തിൽ മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന്, മക്കളെ ഇതാണ് ദൈവത്തിൻ്റെ കാഴ്ചപ്പാട്, ഈ കാഴ്ചപ്പാടിൽ നിങ്ങൾ നോക്കിക്കാണണം എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് സ്വീകാര്യമായില്ല. കർത്താവിൻ്റെ കൂടെ കൂടിയ ശിഷ്യന്മാർക്ക് പലപ്പോഴും അത് അസ്വീകാര്യമായിരുന്നു. ജെറൂസലത്തേക്ക് പോവുകയാണ്, മരിക്കാൻ പോവുകയാണ് എന്നെല്ലാം പറയുന്ന യേശുവിനെ നോക്കിയിട്ട് പത്രോസ് പറയുന്നത് എന്താണ്? കർത്താവേ, നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ശിഷ്യന്മാരുടെ ചിന്തയിൽ എന്താണ്? തങ്ങൾ ഇവൻ സ്ഥാപിക്കുന്ന സാമ്രാജ്യത്തിൽ
അവൻ്റെ ഇടത്തും വലത്തും അധികാരികളായിട്ട് വാഴും. അതൊക്കെയാണ് അവരുടെ ആഗ്രഹം. ചുരുക്കത്തിൽ അവർ കാര്യങ്ങളെ നോക്കിക്കണ്ടത് മുഴുവൻ കേവലം മാനുഷികമായ കാഴ്ചപ്പാടിലൂടെയാണ്. അങ്ങനെ നോക്കിക്കാണുന്ന അനേകായിരങ്ങൾ ഇന്ന് നമ്മുടെ ഇടയിലുമുണ്ട്. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് എന്നുള്ള ചിന്ത ഇല്ലാതെ അത് മറന്നുകൊണ്ട് കേവലം മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന ധാരാളം പേര് നമ്മുടെ സഭയിലുണ്ട്. നമുക്കറിയാം, സഭാ നേതൃത്വത്തിലും ഉണ്ടാകും. കേവലം മാനുഷികമായ കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങളെ നോക്കിക്കാണുന്നവർ. പള്ളിയിൽ കൈക്കാരന്മാരാകുമ്പോൾ, കമ്മിറ്റിക്കാരാകുമ്പോൾ, ഏതെങ്കിലുമൊക്കെ നേതൃസ്ഥാനത്തേക്ക് വരുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ മാനുഷികമായ ഒരുപാട് പിടിവലികൾ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവാം. പക്ഷേ അങ്ങനെയുള്ള ആ മാനുഷിക കാഴ്ചപ്പാടിലൂടെ നോക്കിക്കണ്ടുകൊണ്ട് കാര്യങ്ങളെ ഏറ്റെടുക്കുന്നവർക്ക് കർത്താവ് ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. കാരണം അവിടെ അരൂപി മാറിപ്പോയി. നമ്മൾ തെറ്റായ ഒരു അരൂപിയോട് കൂടിയിട്ട് ഒരു കാര്യം ഏറ്റെടുത്ത് കഴിയുമ്പോൾ നമ്മളുടെ ചെയ്തികളും ആ അരൂപിയുടെ തന്നെ പ്രതിഫലനമായി മാറുകയുള്ളൂ. സാധാരണഗതിയിൽ ഒരു സഭാ നേതൃത്വത്തിലേക്ക് വരുന്ന ഒരു വ്യക്തി സഭയ്ക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ടാണ്. സാമ്പത്തികമായിട്ടുള്ള നേട്ടമോ സാമൂഹികമായിട്ടുള്ള നേട്ടമോ അധികാര നേട്ടമോ ഇതൊന്നും വച്ചുകൊണ്ടാകരുത് വരുന്നത്. അങ്ങനെ ആരെങ്കിലും വന്നാൽ പരിണത ഫലം എന്തായിരിക്കും? അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ അത് പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. ഒരാൾ കടന്നു വരുന്നത് കേവലം മാനുഷികമായ ചിന്തയോടുകൂടിയാണെങ്കിൽ നമ്മുടെ ധ്യാനപ്രസംഗങ്ങൾ പോലും വഴിതെറ്റിപ്പോകും. വലിയൊരു സിദ്ധൻ ചമഞ്ഞ് ധ്യാനപ്രസംഗകനായി അറിയപ്പെടാനായിട്ട് കടന്നു വരുന്ന ഒരു ധ്യാനപ്രസംഗകൻ, അയാൾ മാനുഷികമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കൗൺസിലിങ്ങിലൂടെ മറ്റുള്ളവരുടെ ഭൂതകാലമൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നു. അത് ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്നവർ സ്വാഭാവികമായിട്ടും മാനുഷികമായ കണ്ണുകളിലൂടെയാണ് കാര്യങ്ങളെ കാണുന്നത്. നമ്മളുടെ ചില സഭാ ശുശ്രൂഷകൾ ഇങ്ങനെയൊക്കെ നമ്മൾ കാണാം. എൻ്റെ പ്രശസ്തി വർദ്ധിപ്പിക്കാൻ, സ്വാധീനം വർദ്ധിപ്പിക്കാൻ, പേര് വർദ്ധിപ്പിക്കാൻ, എല്ലാവരുടെയും മുമ്പിൽ നേതാവാകാൻ, അങ്ങനെയുള്ള ആഗ്രഹങ്ങളോട് കൂടിയിട്ട് കടന്നു വരുന്നവരുണ്ടാകും. അവരുടെ ആ പ്രവർത്തനങ്ങൾ അതുപോലെയായിരിക്കും. നേതൃത്വത്തിലുള്ളവർ ശരിയല്ലാത്ത ഉദ്ദേശത്തോടു കൂടി, കാഴ്ചപ്പാടോടുകൂടി വന്നു കഴിയുമ്പോൾ അത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. കാരണം എന്താണ്? അവരിതെല്ലാം വളരെ അടുത്ത് തന്നെ നിരീക്ഷിക്കുന്നവരാണ്. തൻ്റെ തന്നെ പേര് വർദ്ധിപ്പിക്കാനായിട്ട് വരുന്ന ഒരാൾ എപ്പോഴും തൻ്റെ പടം പത്രത്തിലുണ്ടോ എന്ന് അന്വേഷിക്കും. താൻ പങ്കെടുത്ത ഒരു ചടങ്ങിൻ്റെ വാർത്ത പത്രത്തിലുണ്ടോ ടി വിയിലുണ്ടോ എന്ന് അന്വേഷിക്കും. കാരണം അയാളെ സംബന്ധിച്ച് എന്താണ്? ഇതാണ് ഇയാളുടെ പടം, ഇയാളുടെ ഈ വാർത്ത എല്ലാവരും അറിയുക, കാണുക, അതാണ് അയാളുടെ ലക്ഷ്യം. അയാൾ ചെയ്തത് വലിയൊരു സേവനമായിരിക്കാം, പക്ഷേ അയാളതിനെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? തൻ്റെ തന്നെ പേര് വലുതാക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് കേവലം മാനുഷികമായ കാഴ്ചപ്പാടിലുള്ള ഒരു യാത്രയാണ്. അയാൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായിട്ടില്ല. വെറുതെ ഒരു പേര് സ്വീകരിച്ച് കാണും, അല്ലെങ്കിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച് കാണും, അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ മാനുഷികമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ കാണുമ്പോഴുള്ള പ്രശ്നമാണിത്. ഈ ജ്ഞാനസ്നാന സമയത്ത് ആ കത്തിച്ച് തിരി തന്നുകൊണ്ട് നമ്മളോട് ആവശ്യപ്പെടുന്ന ഇതാണ്: ഇനി നീ നടക്കുന്ന വഴികളിൽ, ഇരുള് നിറഞ്ഞ വഴികളിൽ നിനക്ക് ശരിയായി കാര്യങ്ങളെ കാണാൻ കഴിയണമെങ്കിൽ ഈ വെളിച്ചത്തിൽ നീ നോക്കി കാണണം. നിൻ്റെ കൃത്രിമമായിട്ടുള്ള മറ്റ് വെളിച്ചങ്ങളുണ്ടാകും. ആ വെളിച്ചത്തിൽ നോക്കിക്കണ്ടാൽ നിനക്ക് കാര്യങ്ങൾ തെറ്റിപ്പോകും. മക്കളുടെ കാര്യം, മാതാപിതാക്കൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ മദ്യപാനിയായ ഒരു മകൻ, ആ മകനെ മദ്യപാനികളുടെ കൂട്ടായ്മയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കാനായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള മരുന്നുകളൊക്കെ കൊടുക്കാനായിട്ട് ഒക്കെ ശ്രമിക്കും.
നമ്മൾ ഓർക്കുക, ഈ മദ്യപാനിയായ മകനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പിതാവ് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ അവനോടുള്ള വിരോധം തീർക്കുന്നതായിട്ടേ അവന് തോന്നുകയുള്ളൂ. കാരണം എന്താണ്? അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഇയാൾ കൈകടത്തുന്നു. ഇവനത് മാനുഷികമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. നേരെ മറിച്ച് അവൻ്റെ പിതാവ് എന്തിനു വേണ്ടിയിട്ടായിരിക്കാം അവനറിയാതെ ഒരല്പം എന്തെങ്കിലും മരുന്ന് കൊടുത്ത് അതിൽ നിന്ന് രക്ഷിക്കാൻ പരിശ്രമിക്കുന്നത്? എൻ്റെ മകൻ നന്നായിട്ട് വരണം, എൻ്റെ മകൻ ഈ മദ്യപാന ശീലത്തിൽ നിന്ന് മുക്തി പ്രാപിക്കണം. അപ്പോൾ രണ്ടുപേരും നോക്കിക്കാണുന്ന വെളിച്ചം രണ്ടാണ്. മദ്യപാനിയായ മകൻ കേവലം മാനുഷികമായ കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങളെ കാണുമ്പോൾ അവന് ഭയങ്കര ദേഷ്യം പിതാവിനോട്, എന്നോട് വൈരാഗ്യം തീർത്തു, എന്നോട് ഇഷ്ടമില്ല, ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കും അവൻ്റെ മനസ്സ് വരിക. നേരെ മറിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ആ പിതാവിൻ്റെ മനസ്സിൽ ഇവനെക്കുറിച്ചുള്ള സ്നേഹമാണ്. അതാണ് ഇതെല്ലാം ചെയ്യാനായിട്ട് അയാളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ രണ്ടു പേർക്കും രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ വെളിച്ചത്തിൻ്റെ പ്രശ്നമാണ്. യേശുവാകുന്ന വെളിച്ചത്തിൻ്റെ പ്രശ്നം. കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായതുകൊണ്ട് യേശുവിൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കണ്ടെങ്കിൽ മാത്രമേ ആ പിതാവ് ചെയ്ത പ്രവൃത്തിയുടെ നന്മ മനസ്സിലാവുകയുള്ളൂ, അല്ലെങ്കിൽ അയാളെ വിമർശിക്കുകയുള്ളൂ. ഇത് ഏതൊരു അധികാരസ്ഥാനത്തുള്ള വ്യക്തിയെ സംബന്ധിച്ച് പ്രസക്തമാണ്. ഒരുപക്ഷെ കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങൾ, ചില സ്ഥലം മാറ്റങ്ങൾ ഒക്കെ അത് ലഭിക്കുന്ന വ്യക്തിക്ക് ശിക്ഷയായിട്ടൊക്കെ തോന്നുകയുള്ളൂ, കളിയാക്കലായിട്ട് തോന്നുകയുള്ളൂ. നേരെ മറിച്ച് കൊടുക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ആ ലഭിക്കുന്ന വ്യക്തി നന്നാവണം, സമൂഹം നന്നാവണം, ആ വ്യക്തിയുടെ ശുശ്രൂഷ നന്നാവണം. ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിന്ത. അതുകൊണ്ട് ക്രിസ്തുവിൽ ആയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും പുതിയ സൃഷ്ടിയായിട്ട് രൂപാന്തരപ്പെടട്ടെ. നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ക്രിസ്തുവിലായവരാണ്. സ്ഥൈര്യലേപനം സ്വീകരിച്ച് ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മൾ സ്ഥിരീകരിച്ചവരാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കർത്താവിൻ്റെ ആ ഭൗതിക ശരീരത്തിൽ ഒന്നായി തീർന്നവരാണ്. ഇനി നമ്മൾ മാനുഷികമായ കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങളെ നോക്കിക്കാണുന്നവരാകരുത്. അങ്ങനെ വന്നാൽ നമ്മൾ വെറും പുറജാതിക്കാരെ പോലെ ആയിപ്പോകും. നമ്മൾ പുതിയ സൃഷ്ടിയായിട്ടില്ല, പുതിയൊരു മനുഷ്യനെ നമ്മൾ ധരിച്ചിട്ടില്ല. ഈ കാഴ്ചപ്പാട് ഉണ്ടാവുക എന്ന് പറയുന്നത് എളുപ്പമല്ല എന്ന് എനിക്കറിയാം. നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ ചുറ്റുപാടുമുള്ള മനുഷ്യർ അതിന് വിരുദ്ധമായിട്ട് ചിന്തിക്കുന്നവരാണ് ഒരു നല്ല ശതമാനവും. അപ്പോൾ അവരുടെയൊക്കെ സ്വാധീനത്തിൽ പെട്ട് നമ്മളും ആ കാഴ്ചപ്പാട് സ്വീകരിച്ചു എന്ന് വരാം. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ തന്നെ അതിജീവനത്തിന് വേണ്ടിയിട്ട്. ഒറ്റയ്ക്ക് നിൽക്കാനുള്ള പേടി കൊണ്ട്, വ്യക്തിത്വമില്ലായ്മ കൊണ്ട് ഈ ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങളെ നോക്കിക്കാണണമെങ്കിൽ ഇതെല്ലാം നമുക്ക് കൂടിയേ കഴിയൂ. നമുക്ക് സ്വന്തമായൊരു വ്യക്തിത്വം വേണം, ധൈര്യം വേണം, സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവ് വേണം. ഇതൊക്കെയാണ് നമ്മൾ ആർജിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാവുകയുള്ളൂ. നമ്മളിങ്ങനെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഓർക്കും, അയ്യോ ഞാൻ തന്നെ എന്നെ ചെയ്യാനാണ്, ഞാൻ ഒറ്റപ്പെട്ടു പോവുകയല്ലേ, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തും, എനിക്ക് പിന്നൊരു കൂട്ടുണ്ടാകുകയല്ല, എൻ്റെ വീട്ടിലാരും ഒരു ചടങ്ങിനും വരികയില്ല. ഇങ്ങനെയുള്ളൊരു ഒരുപാട് പേടികൾ നമ്മുടെ സ്വഭാവത്തിലുണ്ടാവും, ചിന്തയിൽ വരും. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു തിന്മയ്ക്ക് കൂട്ടുനിൽക്കും. പുതിയ സൃഷ്ടിയായിട്ടില്ല. പുതിയ സൃഷ്ടിയായാൽ ആരെന്ത് പറഞ്ഞാലും നമ്മൾ അങ്ങനെയുള്ളൊരു തിന്മയ്ക്ക് ഒരിക്കലും കൂട്ടുനിൽക്കുകയില്ല. അപ്പോൾ വിശുദ്ധ പൗലോസ് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത് പോലെ ക്രിസ്തുവിലായിരിക്കുന്ന ഓരോ വ്യക്തിയും ക്രിസ്തുവിനെ പോലെയാകണം, പുതിയ സൃഷ്ടിയായിട്ട് രൂപാന്തരപ്പെടണം. അങ്ങനെ പുതിയ ഒരു വെളിച്ചത്തിലൂടെ നോക്കിക്കാണാനായിട്ട്, പുതിയൊരു കാഴ്ചപ്പാടിൽ നോക്കിക്കാണാനായിട്ട് പരിശ്രമിക്കണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ക്രൈസ്തവരാണ് എന്ന് അവകാശപ്പെടാനായിട്ട് കഴിയുക. പുതിയ കാഴ്ചപ്പാട് ഏവർക്കും ഉണ്ടാവട്ടെ.